ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോ ആട്ടോ. ഈ സൺഡേലത്തെ അല്ല, കഴിഞ്ഞ സൺഡേയിൽ ഞാൻ എടുത്തു വെച്ചിരുന്നത് ആ സൺഡേലത്തെ ഒരു വീഡിയോ. അത് ഞാൻ ഇട്ടെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഇട്ടില്ല. അതും വേറെ ദിവസത്തെ കൂടെ വീഡിയോ ആട്ടോ. വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പോൾ ഞായറാഴ്ച ഡിന്നർ, ഒരു കുശാൽ ഡിന്നറാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട്, എന്നാൽ ഇവർക്ക് നമ്മുടെ വെള്ളേരി അല്ല ഇടുന്നത്, ബോയിൽഡ് റൈസ് അല്ല, വേറൊരു സൈസ് അരി അറിയിച്ചാൽ ഓൺലൈനിൽ വാങ്ങിച്ചത്. ഇവിടുത്തെ ഈ കോളം റൈസ് പോലെ ഇരിക്കും. നമ്മുടെ വെള്ളേരിയേക്കായൊക്കെ റേറ്റ് കൂടുതലാണ്. അത് ഈ പോളിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞു ചോറ് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഒത്തിരി നമുക്ക് ഇങ്ങനെ നമ്മുടെ വെള്ളേരിയുടെ അത്രയും വേവില്ല. അപ്പം ഞാൻ അന്നേരം അത് വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡാൾ ഇഷ്ടമാണ്. അപ്പം ഞാൻ പച്ചമുളക് ഇല്ലാതായിപ്പോയി. ഞാൻ പല രീതിയിൽ ചെയ്യും. ചിലപ്പോൾ ഞാൻ പരിപ്പ് മാത്രം വേവിച്ചിട്ടേ ഈ വെളുത്തുള്ളിയും സവാളയൊക്കെ സെപ്പറേറ്റ്, ടൊമാറ്റോയൊക്കെ സെപ്പറേറ്റ് നന്നായി വഴറ്റി ചേർക്കും. അതിനേക്കാൾ ഈസി പീസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ് തോരൻ വയ്ക്കാനാണ്. ഞാൻ അന്നേരം ആദ്യം ചിന്തിച്ച്, ഞാൻ എൻ്റെ ഒരു വലിയ വട്ടപാത്രം ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മുടെ സ്കൂൾ ചോറ്റുപാത്രം ഉണ്ടല്ലേ, അതുപോലെ നിങ്ങളെ വീഡിയോ കാണിക്കാമെന്ന്. പക്ഷേ ജോലിയെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കിന് കുറേ സമയമായി. അപ്പോഴത്തേക്കിനും ഇവിടെ എല്ലാവരുടെയും വയറ്റിൽ വിശപ്പ് ആയി. അവിടെ വെച്ച് നമ്മൾ അവിടുന്ന് അന്ന് എന്തുമായിരുന്നു, പുക എങ്ങാണ്ടായിരുന്നു കഴിച്ചത് ഉച്ചയ്ക്ക്. പിന്നെ അപ്പോഴത്തേക്കിന് എല്ലാവർക്കും വിശപ്പൊക്കെ ആയതുകൊണ്ട് ഞാനും വന്നിട്ട്, എനിക്ക് ഇപ്പം ഈ യാത്ര ചെയ്താൽ എൻ്റെ ഈ കാലുകളുടെ ഞരമ്പുകൾക്കൊക്കെ ഭയങ്കര വേദനയാണ്, എല്ലാ നെർവുകളൊക്കെ അങ്ങ് ഭയങ്കര വേദനയാണ്. അപ്പം വന്നു കഴിഞ്ഞാണ് ഇതൊക്കെ ചെയ്തത്. വെളിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഊണാണെങ്കിലും ഇതല്ലേ നല്ലത്. വെളിയിലത്തെ നമ്മുടെ നൂഡിൽസും അതും ഇതൊന്നും എനിക്കിഷ്ടമല്ല, ഈ പിള്ളേർക്ക് ഇഷ്ടമാണ്, പക്ഷേ അതത്രയും നല്ലതും അല്ലല്ലേ. അപ്പം ഞാനാണെങ്കിൽ പിന്നെ ദാളുകറി അവിടപ്പത്ത് വെച്ച് ഇവന്മാരെ പ്രതി ഞാനൊരു ചിന്തിച്ചത്, ഈ തോരനും വെച്ച് ദാളുകറിയും ചമ്മന്തി അരച്ച് മുട്ടയും പൊരിക്കാം. ലാസ്റ്റ് വന്ന് മുട്ട പൊരിപ്പങ്ങ് ക്യാൻസലായി. ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം. നമ്മളിപ്പം നിസ്സാരമായിട്ട് ഇത്രയേ ഉള്ളൂ, ദാളുകറിയും തോരനും ചമ്മന്തി ഉള്ളിലും ഒറ്റയ്ക്കാവുമ്പം അങ്ങോട്ട് സമയം പോയി. വന്നപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയി. പിന്നെ ഇച്ചിരി നേരം വന്നു കഴിഞ്ഞാണ് തുണി കഴുകാനിട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി നേരം ഞാൻ കയറി കിടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചെയ്തത്. അപ്പം ഞാൻ നമ്മുടെ ഉരുളൻകിഴങ്ങ് കൂടെ അരിഞ്ഞ് അടപ്പത്തോട്ടിട്ടു. പിന്നെ അന്ന് വാങ്ങിച്ച മാങ്ങ, ഞാൻ പറഞ്ഞില്ല 1 കിലോ മാറ്റി വെച്ച്, അത് മാങ്ങ കറി വെച്ച് മാങ്ങായും തേങ്ങായും ചക്കയും നമ്മുടെ മീൻ തോരൻ വെച്ചു. പിന്നെ ഇതും കൊണ്ട് ഇനി ചമ്മന്തി ഉണ്ടാക്കാം. മാങ്ങ അരിയാൻ വന്നോണ്ടേ റൈസന് ഉടനെ തിന്നാൻ വേണം. അവൻ പണ്ട് നാട്ടിൽ ചെന്നോണ്ടേ മുളകൊക്കെ, ചേച്ചിയുടെ മോൻ മുളകൊക്കെ വെച്ച് ഇടിച്ച് തിന്നായിരുന്നു. ആ പൊടിയാവൻ ഈ ചോദിക്കുന്നത്. ഇതിപ്പോൾ ചാറ്റ് മസാല ഇട്ടാ തിന്നുന്നത്. ഓഹോ, മുഖം ഇങ്ങോട്ട് കാണിക്കണം. ഇല്ല, ഒരു പീസ് എടുക്കണ്ട, വയറ് നോവും, തിന്ന് ശീലമില്ലാത്തതുകൊണ്ട്. ഇനി ചമ്മന്തി അരച്ചു തരാം. പുളിക്കുന്നില്ല എന്നല്ല ചോദിച്ചാ, പുളിക്കുന്നില്ലയോന്ന്. കുളിക്കുന്നില്ലെന്നല്ല, ചാറ്റ് മസാലയുടെ കൂടെ പുളി ആ. അന്ന് നാട്ടിൽ ചെന്നോണ്ടെ ചേച്ചിയുടെ മോൻ ഇടിച്ചിട്ട്
മാങ്ങ കർപ്പൂര മാങ്ങയായിരുന്നു. അത് നല്ല വിളഞ്ഞായിരുന്നു. ഇടിച്ചിട്ട് മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഉപ്പുമൊക്കെ ചേർത്ത് അതിൽ മുക്കി തിന്നു. അന്ന് തൊട്ട് ഇവിടെ എപ്പം പച്ചമാങ്ങ എടുത്താലും പ്രൈസം പറയും അതുപോലെ താ. ഞാൻ പറഞ്ഞെടാ, ഇടിക്കാനൊക്കെ എനിക്ക് ഇവിടെ നോക്കത്തില്ല. അല്ല, ഇടിക്കുന്നതും പൂളി തിന്നുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. എനിക്ക് അവൻ തിന്നുന്ന കണ്ടപ്പോൾ ഇതാണെങ്കിൽ പുളിയുള്ള മാങ്ങയുമാ, കുഞ്ഞതാന്നേലും ഭയങ്കര പുളിയാണ്. ഇവിടൊക്കെ അച്ചാറിടാൻ ഇതാണ് വാങ്ങിക്കുന്നത്. അപ്പം എനിക്കത് കണ്ടപ്പോഴേ എൻ്റെ പല്ല് പൊളിക്കുന്നു. അവൻ ഒരു പീസ് തിന്നു, പിന്നെ വേണോന്ന് പറഞ്ഞ്. അവർക്ക് ശീലമില്ലല്ലോ തിന്ന്. ഇനി പിന്നെ വയറ്റുവാൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തില്ല. പിന്നെ ഞാൻ ചമ്മന്തി അരച്ചായിരുന്നു. ഇപ്പോൾ ഈ ദാളുകറി ഈ പിള്ളേരെ രണ്ടിനെയും പ്രതിയാണ്. ഇവർക്കിങ്ങനെ ഈ ബിരിയാണി റൈസ് അങ്ങനെ ഇങ്ങനെയുള്ള റൈസിൻ്റെ അകത്ത് ഈ ഡാളുകറി ഇഷ്ടം. അപ്പം ചമ്മന്തി ഒന്നും അരച്ച്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടിഫിൻ ചോറ്റുപാത്രം അങ്ങനെ ഉണ്ടാക്കി വട്ടപാത്രത്തിലെല്ലാം വെച്ച് കാണിക്കാമെന്ന്, മുട്ടയും പൊരിച്ച് അങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ സമയം ഒത്തിരി ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കൂടുതലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചമ്മന്തി പോലും അരച്ചത് കാണിച്ചില്ല. ഇതെന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെയാണ്. അന്നത്തേതെല്ലാം കഴിഞ്ഞു. എനിക്കൊരു വല്ലാത്ത ഇതാണ് ഇപ്പം ചിന്തിക്കുന്ന. സമയം പോയായിരുന്നേലും അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാന്നേലും ആ ഒരു ടിഫിനൊന്ന് തയ്യാറാക്കി വെച്ചായിരുന്നെങ്കിൽ കാണാൻ രസമായിരുന്നു. അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രെഡാണ് വാങ്ങിച്ചത്. ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കണം, പീനട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പീനട്ട് വേണ്ടാന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ കൂണോട് കൂണൊക്കെ വെച്ചിട്ട് ഇതിന് മുട്ട ഇങ്ങനെ ഒഴിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ച്. എന്നും ഈ ടിഫിന് ഞാൻ അരിയൊക്കെ ഇട്ടായിരുന്നെങ്കിൽ വെള്ളത്തിൽ ഇട്ടാൽ എനിക്കതങ്ങ് പെട്ടെന്ന് പറ്റും. അരിയോ ദോശയോ ഇഡലിയൊക്കെ ആണെങ്കിലും. പിന്നെ അല്ലാതെ വേറെ ഉപ്പുമാവ് ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ ആണെങ്കിലും ഇതൊക്കെ എല്ലാവരും കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും. അപ്പം ഇതൊക്കെ ആകുമ്പോൾ ഇവന്മാർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊന്നും ഉണ്ടാക്കട്ടെ. അവൻ മുട്ടയും കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം മുട്ട ഇച്ചിരിയും കൂടെ ഒക്കെ ഒഴിച്ചാൽ നല്ലതായിരുന്നു. പക്ഷേ എന്തോ ചെയ്യാനാണ്. ഞാൻ പറയും, ഈ മുട്ടക്കാരെ ഇപ്പോൾ എന്നും വരാത്തത് കൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ചായ ഞാൻ ഇട്ടായിരുന്നു, അടപ്പത്ത് വെച്ചായിരുന്നു. ചായയൊക്കെ തിളച്ച്. ഇനി ചായ ഒന്ന് ഓഫാക്കി ഇച്ചിരി നേരം ഒന്ന് അടച്ചിടട്ടെ. ഈ മുട്ടക്കാരെ എന്നും വരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മിക്ക ബ്രെഡാന്നേലും ഇതൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇപ്പം ചിലപ്പം അങ്ങാര് ഫോൺ ചെയ്യുമ്പം കുറച്ച് നേരം ഇങ്ങാര് ഇവിടെ കാണും. പിന്നെ അങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ റീച്ചാൻ തുറ അല്ലെങ്കിൽ റീച്ചാൻ ബിഗ് ബാസ്ക്കറ്റിൽ പറയുമോ അങ്ങനെ കാണും ചെയ്യും. അല്ലാതെ മുട്ട നമുക്ക് കൊണ്ടുവന്നാലും ചിലപ്പം ഇങ്ങ് വരുമ്പോഴത്തേക്കിന് പൊട്ടിപ്പോയാലോ എന്നും പറഞ്ഞ് ഒരു പ്രാവശ്യം ഞങ്ങളങ്ങനെ വാങ്ങിച്ചവർ ഇങ്ങനെ പാക്കറ്റുകൾ ഇങ്ങനെ ഈ മുട്ട വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. പക്ഷേ അത് ഇവിടെ കൊണ്ടുവന്നുണ്ടേ ഇങ്ങനെ പൊട്ടി, അതിന് മണ്ട ഇങ്ങനെ പൊട്ടി ഇതുപോലെ ഇരുന്നു. ഞാനങ്ങനെ ഇതിൻ്റെ അകത്തും ഉണ്ടാക്കി. പിന്നെ വലിയ പാൻ എടുത്ത് അതിൻ്റെ അകത്തോടൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ലാസ്റ്റിലുള്ള ബ്രെഡ് ഞാൻ കട്ട് ചെയ്യാനൊന്നും പോയില്ല. അതുപോലെ മുഴുവനെ അങ്ങ് ഉണ്ടാക്കി ഇങ്ങെടുത്ത്. പിള്ളേരിത് ടൊമാറ്റോ സോസ് കൂട്ടി തിന്നും. എല്ലാത്തിനും അവർക്ക് അതല്ലേ, അതൊന്നും അത്ര നല്ലതല്ലെന്നറിയാം. എന്തായാലും ഇവരുടെ അടുത്ത് ഇവരെന്ന് പറയാൻ ഫ്രീസൻ അങ്ങനെ അത്ര ഇഷ്ടമല്ല. രാവിലെ ആണെങ്കിൽ കാക്കകൾ ഭയങ്കര കരച്ചിൽ. ഒരെണ്ണം കരഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടങ്ങ് സരിഗമ പോലെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കേൾക്കാനും രാവിലെ നമുക്കൊരു രസമാണ്. അപ്പോൾ അതെനിക്ക് ഈ കാക്കയുടെ കരച്ചിൽ കേൾക്കുമ്പോഴേ എനിക്ക് നാട്ടിലത്തെ ഓർമ്മയാണ് വരുന്നത്. എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടം. ഈ കാക്ക, കുയിലിൻ്റെ ആണെങ്കിൽ എവിടെ കേട്ടാലും എനിക്ക് മനസ്സിൻ്റെ ഒരു പ്രത്യേകത. കാക്കയുടെ സൗണ്ട് ഞാനൊന്ന് കേൾപ്പിക്കാമേ. ഇപ്പം ചായ ഞാനങ്ങനെ ചൂടോടെ കുടിക്കുന്നതല്ല. ഇന്നൊന്ന് ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഞാനൊരു ചായ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തേക്കിന് പിന്നെ രാവിലത്തേക്ക് പരിപാടികൾ, പാത്രം കഴുകലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ മത്തങ്ങയും പയറൂടിട്ടൊരു കറി വയ്ക്കാമെന്ന് വെച്ച്. അത് കഴിഞ്ഞ് കാബേജ് തോരൻ വയ്ക്കാൻ ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ച് ഇച്ചിരി ഉഴുന്ന് പരിപ്പും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലവിടെ പയറും മത്തങ്ങയും വേവിക്കാൻ വെച്ചു. പ്രൈസം പറയുന്ന പറുപ്പ് കറിയുണ്ടോ, പറുപ്പ് കറി.
അപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു പ്രൈസമ്മോൻ്റെ കമൻറ്റ് ചോദിച്ചായിരുന്നു പ്രൈസമ്മോന് പുതിയ ഫ്രണ്ട്സുകൾ കിട്ടിയോന്ന്. അവന് സെയിം 5th സ്റ്റാൻഡേർഡിലെ പിള്ളേർ തന്നെയാണ് 6th-ലും. 1-2 പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതേ ഉള്ളൂ, ബാക്കിയെല്ലാം പഴയ പിള്ളേർ തന്നെ. ഇപ്പം ഞാൻ ഈ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെ മുട്ടക്കാരൻ വന്നു, കാവുകാരൻ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇങ്ങനെ വരാറില്ല, ഇന്ന് പക്ഷേ എനിക്ക് മുട്ട അർജൻ്റ് ആയതുകൊണ്ട് ഞാൻ വിളിച്ച്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 215-നാണ് തന്നത് 30 മുട്ട. ഇപ്പം ചൂടുമല്ലേ, ഇന്നിപ്പം ചോദിച്ചാണെങ്കിൽ 225. ഞാൻ പറഞ്ഞു അയ്യോ മനുഷ്യന് മുട്ടയും തിന്നണ്ടേന്ന് വെച്ചാൽ അയാൾ പറയുക എന്തോ ചെയ്യാനാ, ഇതിപ്പം മഴയുടെ സീസണല്ലേ, അതനുസരിച്ചാ മുട്ട. ഞാൻ പറഞ്ഞ് ചൂട് സമയത്ത് ഇത് തന്നെയായിരുന്നു. അപ്പോൾ അന്നേരം അങ്ങേരം എന്നോട് പറയാം അതേ ഈ ജിമ്മുകാരുണ്ടല്ലേ മുട്ട ശരിക്കും വാങ്ങിക്കും, ഈ യെല്ലോ മാറ്റിയിട്ട് ദിവസം 10-12 മുട്ട തിന്നുമെന്ന്. പിന്നെ ഇങ്ങാരോട് പറഞ്ഞിട്ടല്ലേ എല്ലാവരും തിന്നുന്നത്. ഞാനിതൊരു മനസ്സിലങ്ങ് ചിരിച്ചു. പിന്നെ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടല്ലേ എല്ലാവരും കഴിക്കുന്നത്, അതുകൊണ്ടാണ് വില കൂടുന്നതെന്ന്. ഇനിയിപ്പം ഈ ശ്രാവൺ മാസമൊക്കെ വരിക, ഇവിടങ്ങളിലുള്ളവരൊന്നും അങ്ങനെ മുട്ട കഴിക്കാറില്ലല്ലേ, അന്നേരം ഇത്തിരി കുറയുമായിരിക്കും എന്ന് എന്നോട് പറയാം. ഞാൻ പറഞ്ഞു എല്ലാത്തിനും വില കൂടി. ഞാൻ പറഞ്ഞ് സാധനങ്ങളുടെ വില കൂടി, മനുഷ്യരുടെ പേയ്മെൻറ്റ് അങ്ങോട്ട് കൂടുന്നുമില്ല. ഇങ്ങനെ ഈ വിലക്കയറ്റം ആണെങ്കിൽ സാധാ മനുഷ്യരെങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ്. എന്തോ എല്ലാത്തിനും വിലയെന്ന് വെച്ചാൽ എല്ലാത്തിനും വില കൂടിയെന്നുള്ളതാണ്. ഇന്നിപ്പം പ്രൈസമ്മോന് വയ്യായിരുന്നു. പ്രൈസമ്മോനെ നമ്മൾ ഈ സൊസൈറ്റിയിൽ അവിടെ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസമ്മോനൊരു കഫും കോൾഡും, കാരണം ഇനി എക്സാമും അല്ലേ. അപ്പോൾ നേരത്തെ ഡോക്ടർ ഫീസ് 600 ആയിരുന്നു, ഇന്ന് 700, 5-6 മാസമായിരുന്നു കൂട്ടിയിട്ട്. പിന്നെ അത് കൂടാതെ വെളിയിൽ നിന്ന് മരുന്ന് എഴുതി തരും. അതൊരു ഒരാൾ ഡോക്ടറെ കാണാൻ പോയാൽ 1500 രൂപ, 700 രൂപ ഡോക്ടർ ഫീസ്. പിന്നെ മെഡിസിൻ എല്ലാം കൂടെ 1500 അല്ലെങ്കിലും അതിനോടടുപ്പിച്ച് 500-600 രൂപയുടെ മെഡിസിൻ. ഇന്ന് രാവിലെ ഇവിടെ ഒരു മഴ ഞാൻ ചിന്തിച്ചോഹോ നല്ല മഴയായിരിക്കുന്നു. മഴ ചെറുതായിട്ടൊന്ന് പെയ്ത് പിന്നെ അങ്ങ് നിന്ന്. കാരണം പ്രൈസിന് അവരെല്ലാ പ്രാവശ്യം എക്സാം ആകുമ്പം ഇത്തിരി അസുഖമുള്ളേ. അന്നേരം റീച്ചാൻ പറഞ്ഞ് നിനക്ക് നമ്മുടെ എക്സാം പേടിയാന്ന് തോന്നുന്നു. അന്നേരം അവൻ പറഞ്ഞു എനിക്ക് എക്സാമിന് പേടിയൊന്നുമില്ല. അവനങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നി ഈ കൊച്ചിന് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ഈ ചൂടൊക്കെ ആയിട്ട് ക്ലാസ്സിൽ AC ഉണ്ടെങ്കിലും ഈ പിള്ളേരുമായിട്ടൊക്കെ എല്ലാം ഇങ്ങനെ മിങ്കിൾ ചെയ്ത് അങ്ങനെ ഉള്ള ഇതാണെന്ന് അറിയത്തില്ല. അപ്പം ഡോക്ടറെ അടുത്ത് പോകേണ്ട ഞാൻ ഇന്ന് കൊണ്ടുപോയി. കാരണം 4th ഫ്ലോർ ഇവനെ ഇത്തിരി ചെസ്റ്റിൽ ഇങ്ങനെ കഫ് ഇരിക്കുന്നതുകൊണ്ട് 4th ഫ്ലോർ വരെ കയറി പോകണം, ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ ഇന്ന് റീച്ചാനോട് പറഞ്ഞ് റീച്ചാൻ കൊണ്ട് എക്സാം എഴുതി, മന്ത്ലി ടെസ്റ്റ് ആയതുകൊണ്ട് എക്സാം എഴുതിയിട്ട് അവർക്ക് പിന്നെ ക്ലാസ് കാണും. ഞാൻ പറഞ്ഞ ക്ലാസ്സിന് ഇരുത്തണ്ട, അവനെ കൊണ്ടുപോയിട്ട് അന്നേരം മേളിൽ കയറി പോകേണ്ട, താഴെ തന്നെ ഇരുത്തി എക്സാം എഴുതിപ്പിച്ചിട്ട് ഇങ്ങ് വീടും. 1-1.5 മണിക്കൂർ കൊണ്ട് ഇങ്ങ് വരും. രാവിലെ 6:30 പോയി 7 മണി ആകുമ്പോഴത്തേക്ക് തുടങ്ങുമല്ലേ. അപ്പോൾ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ഇങ്ങ് തിരിച്ച് വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞ് ഞാൻ എന്നാൽ വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കേസ് ഫയലും കൊണ്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ അകത്ത് 11 വയസ്സാണ് എഴുതിയേക്കുന്നത്. അപ്പം ചെന്നിട്ട് 1 വർഷം ആകാറായി. അപ്പം ഡോക്ടർ പറഞ്ഞു, പോളാ എന്നോടത് പറഞ്ഞത്, നിനക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? അന്നേരം 11. നിനക്ക് 1 വർഷമായിട്ടും വയസ്സ് നിൻ്റെ കൂടിയില്ലേ? അപ്പം ഓള് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പിന്നെ നീ അന്നേരം പറയാഞ്ഞത്? എന്നാൽ പ്രൈസൻ പറഞ്ഞെന്ന്, അതെ ഈ ജൂലൈയിലാകുമ്പോൾ എനിക്ക് 12 വയസ്സാകും. എന്തോ കാര്യമായി പോയെന്നുള്ള. പ്രൈസൻ ഇങ്ങോട്ട് വന്നേ, ഒരു ഹായ് പറഞ്ഞേ. കുഞ്ഞിനെ ഓരോരുത്തരൊക്കെ തിരക്കുന്നുണ്ട്. പരീക്ഷയെന്ന് പറ. പരീക്ഷയുടെ പേടിയാണോ നിനക്ക്? എക്സാം അസുഖം വരുന്നേ? എന്തിനാ പേടിക്കുന്നേന്നോ? ഇല്ല എനിക്ക് പേടിയില്ല. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നേന്നോ? പപ്പായ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഫെയിലായി, എനിക്ക് ഒന്നും ടെൻഷൻ ഇല്ല. അങ്ങനാ ഇങ്ങോട്ട് നിൽക്കും. ഓപ്പോസിറ്റാ, പപ്പ ഓപ്പോസിറ്റാ. എല്ലാവർക്കും സുഖമെന്നൊക്കെ ചോദിച്ചോ? എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നു. ബൈ. ഓക്കെ. ഇപ്പോൾ കാബേജ് തോരൻ റെഡിയായി. അപ്പം ഞാൻ ഇതിന് അരപ്പൂട് ഉടച്ചക്കിയൊന്നും എടുത്ത് ഇത്തിരി അരപ്പൂട് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുകൂടെ വറുത്തി ചേർക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.